ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ പേജർ ആക്രമണത്തിന് ദിവസം തോറും ഇപ്പോൾ കണക്കിന് ഹിസ്ബുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 19 വയസ്സുകാരനായ സൈനികൻ ഇന്ന് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതെല്ലാം ഹിസ്ബുള്ളയുടെ FPV ഡ്രോൺ ആക്രമണത്തിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിനെ ഏറെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ഡെവലപ്മെന്റ്, സാധാരണ ഈ FPV ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നത് പകൽ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇസ്രയേലി സൈനികരുടെ മിലിറ്ററി ആക്ടിവിറ്റീസുകളെല്ലാം കുറയ്ക്കുകയും രാത്രി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ള തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് FPV ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് രാത്രി കാണാൻ കഴിയുന്ന IR സംവിധാനങ്ങളുള്ള ക്യാമറകളാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഇസ്രായേലിന്റെ സൈനികർ ഏത് ഭാഗത്താണുള്ളത്, അവരുടെ ടാങ്കുകളും മിലിറ്ററി ആക്ടിവിറ്റീസുകളും എല്ലാം കൃത്യമായി കണ്ടെത്തി ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ മുന്നിൽ ഏറ്റവും വലിയ ഒരു തലവേദനയായിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ സൈനിക ചീഫ് ഒരു വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പകരമായി ബൈറൂട്ടിലുള്ള ബിൽഡിങ്ങുകൾ തകർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്ത. അതായത് ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ക്യാമറകളെ തകർക്കാൻ ഇന്ന് ഇസ്രായേലിന് മുന്നിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങളും ഇല്ല. എന്നാൽ ഇതിന് പകരം തിരിച്ച് ബിൽഡിങ്ങുകൾ ആക്രമിച്ച് തകർക്കുക എന്നത് മാത്രമേ ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളുള്ളൂ എന്നാണ് ഈ സൈനിക മേധാവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള ഇസ്രയേലിന് വലിയ തലവേദനയാകുന്നു. ഇറാനെ പോലെയല്ല, ഇറാൻ ദൂരെയുള്ള ഒരു രാഷ്ട്രമാണെങ്കിൽ ഹിസ്ബുള്ള ലെബനാൻ ഇരിക്കുന്നത് ഇസ്രയേലിന്റെ അതിർത്തിയിലാണ്. അവിടെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ കണക്കിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്.